സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ കേരളത്തിന്റെ മത സാമൂഹ്യ സാംസ്കാരിക പഥങ്ങളിൽ കഴിഞ്ഞ 39 വർഷക്കാലമായി ജ്വലിച്ചു നിൽക്കുന്നു എന്നുള്ളത് ആഹ്ലാദകരവും അഭിമാനകരവുമാണ്. എങ്ങനെയാണ് പതിതരായിരുന്ന ഒരു ജനത, കേൾവിയും കേൾപ്പോരുമില്ലാതിരുന്ന ഒരു സമൂഹം, അന്ധകാരത്തിന്റെയും അജ്ഞതയുടെയും പുറംപോക്കുകളിൽ വലിച്ചെറിയപ്പെട്ടിരുന്ന ഒരു ജനതതി പുരോഗതിയുടെയും അഭിവൃദ്ധിയുടെയും വഴിത്താരയിലേക്ക് കടന്നുവന്നത് എന്ന് അന്വേഷിക്കുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും SSF എന്ന സംഘടനയുടെ പിന്നിട്ട 39 വർഷത്തെ പരിഗണിക്കാതെയും പരിശോധിക്കാതെയും കടന്നുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് SSFന്റെ പ്രവർത്തനത്തെ പ്രോജ്വലിപ്പിച്ച് നിർത്തുന്നത്. മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും മഹാവിപ്ലവങ്ങൾക്കും നേതൃത്വം നൽകിയത് ചെറുപ്പക്കാരുടെ സംഘമാണ്. ഗുഹാവാസികളായ ചെറുപ്പക്കാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദൻ. അവർ ഒരു സംഘം ചെറുപ്പക്കാരായിരുന്നു, അല്ലാഹു മാർഗദർശനം നൽകിയ ചെറുപ്പക്കാർ. വിശ്വാസികളായിരുന്ന ചെറുപ്പക്കാരുടെ സംഘം മാറ്റത്തിന്റെയും പരിവർത്തനത്തിന്റെയും കാഹളം ലോകത്ത് മുഴക്കുകയുണ്ടായി. ആ ദൗത്യം ഏറ്റെടുക്കുവാൻ സുന്നി വിദ്യാർത്ഥി സംഘടനയും വർത്തമാന ഭാരതത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആഹ്ലാദകരമായ ഒരു അനുഭവമാണ്. SSF അതിന്റെ 40ാം വാർഷികത്തിന്റെ ക്യാപ്ഷനായി, അതിന്റെ മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് സമരമാണ് ജീവിതം എന്നുള്ളതാണ്. സമരത്തിൽ നിന്ന് മനുഷ്യൻ പിറകോട്ട് പോന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രസന്ധിയിൽ, പോരാട്ടങ്ങളുടെ വീഥികളിൽ നിന്ന് പുതിയ തലമുറ അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് സമരത്തിന്റെയും പോർക്കളങ്ങളുടെയും പ്രസക്തി എന്താണ് എന്ന് മനുഷ്യ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു മഹായജ്ഞത്തിന്റെ ഭാഗവും കൂടിയാണ് ഈ സമ്മേളനത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മുദ്രാവാക്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോരാട്ടങ്ങളില്ലാതെ, സമരങ്ങളില്ലാതെ മനുഷ്യന്റെ ചരിത്രത്തെ നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുകയില്ല. എല്ലാ പ്രവാചകന്മാരും ദേഹേച്ഛകളോടെന്ന പോലെ തന്നെ അനീതികളോടും അധർമ്മങ്ങളോടും സമൂഹത്തിലെ അരുതായ്മകളോടും മേൽക്കോയ്മകളോടും അടിമത്തത്തോടും മേധാവിത്വ മനസ്ഥിതികളോടും അതിശക്തമായി പടപൊരുതിയിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ജീവിതം സമര ബന്ധിതമായിരുന്നു, അല്ലെങ്കിൽ സമരങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. ഏറ്റവും കുറഞ്ഞ മനുഷ്യ ജീവനുകളുടെ നഷ്ടത്തിൽ പടുത്തുയർത്തിയ ഒരു ദർശനത്തിന്റെ വാഹകന്മാരാണ് ലോകത്ത് മുസ്ലിങ്ങൾ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേതൃത്വത്തിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. യുദ്ധങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ ഒരുപാട് ആളുകളാണ് ആ യുദ്ധങ്ങളിൽ മരണപ്പെട്ടത് എന്നാണ് പലരും കരുതുകയും വിചാരിക്കുകയും ചെയ്യുക. പക്ഷേ പലപ്പോഴും നാം മനസ്സിലാക്കാതെ പോകുന്നത്, പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ഒരു വ്യവസ്ഥിതിയാക്കുവാൻ വേണ്ടി, ഒരു ഭരണ സിദ്ധാന്തമാക്കി പരിവർത്തിപ്പിക്കുവാൻ വേണ്ടി നടത്തപ്പെട്ടിട്ടുള്ള പോരാട്ടങ്ങളിൽ മുസ്ലിം പക്ഷത്തും ശത്രുപക്ഷത്തും കൂടി മരിച്ചവരുടെ എണ്ണം കേവലം 1000-ൽ താഴെയാണ്. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരണപ്പെട്ടത് എന്ന് നാം ഓർക്കണം. 1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ 10,000-കണക്കിന് മനുഷ്യരുടെ ജീവനാണ് ഹോമിക്കപ്പെട്ടത്.
എന്നാൽ ഇസ്ലാമിനെ ഒരു വ്യവസ്ഥിതിയാക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ നടന്ന പോരാട്ടങ്ങളിൽ ഇസ്ലാമിന്റെ പക്ഷത്തും ശത്രുപക്ഷത്തും കൂടി മരിച്ചവരുടെ എണ്ണം കേവലം 1000-ൽ താഴെ. ഏറ്റവും കുറഞ്ഞ മനുഷ്യ ജീവനുകളുടെ നഷ്ടത്തിന്റെ പിൻബലത്തിൽ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള സമാധാനത്തിന്റെ സന്ദേശമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം ലോകത്തിനു മുമ്പിൽ തുറന്ന് കാണിച്ചു കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് പണ്ഡിത സമൂഹം. പണ്ഡിതന്മാരാണ് എക്കാലത്തും മുസ്ലിം സമൂഹത്തിന് വഴികാട്ടിയായിട്ടുള്ളത്. നമ്മളുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും ഭിന്നമായ ഒരു കാഴ്ചയല്ല നമുക്ക് കാണാനാകുന്നത്. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആന് നിരവധി വോള്യങ്ങളുള്ള വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ആ മന്ത്രിയായിരുന്ന പണ്ഡിതൻ ഒരിക്കൽ സ്വാതന്ത്ര്യ സമരം അതിന്റെ മൂർധന്യത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ് എന്നുള്ളതുകൊണ്ട് SSFന്റെ ഈ കർമ്മധീരരായിട്ടുള്ള പ്രവർത്തകന്മാരുടെ സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞത്, ഹിന്ദു മുസ്ലിം മൈത്രിയെ തകർത്തുകൊണ്ട് സ്വാതന്ത്ര്യം തരാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്ന കാലത്ത് അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ആസാദ് പ്രഖ്യാപിച്ചത് ഒരു പ്രസംഗത്തിൽ. ഒരു മാലാഖ ഇറങ്ങി വന്ന് കുത്തുബ് മിനാറിന്റെ മുകളിൽ കയറിയിരുന്ന് എന്നോട് പറയുകയാണ് എന്ന് സങ്കൽപ്പിക്കുക, ഹിന്ദു മുസ്ലിം മൈത്രി തകർക്കാമെങ്കിൽ ഈ രാവ് പുലരുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം, സ്വരാജ് നൽകാം. അങ്ങനെ എന്നോട് ഒരു മാലാഖ ഇറങ്ങി വന്ന് കുത്തുബ് മിനാറിന്റെ മുകളിലിരുന്നു കൊണ്ട് പറഞ്ഞാൽ ഞാൻ ആ മാലാഖയോട് പറയും, സ്വാതന്ത്ര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തന്നെ, പക്ഷേ ഹിന്ദു മുസ്ലിം മൈത്രി തകർത്തുകൊണ്ട് ഒരു സ്വരാജ്, ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ പറയാൻ, അങ്ങനെ ഒരു ജനതയെ ഉത്ബോധിപ്പിക്കുവാൻ ഒരു പണ്ഡിതനാണ് മുന്നോട്ട് വന്നത് എന്നുള്ളത് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളക്കമാർന്ന ഒരു അധ്യായമാണ്. പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മളുടെ നാടിന്റെ പോരാട്ടത്തിന്റെയും അധാർമികതകൾക്കെതിരായിട്ടുള്ള മുന്നേറ്റങ്ങളുടെയും ചരിത്രമാണ്. ആ ചരിത്രത്തെ അവഗണിച്ചുകൊണ്ട് നമുക്കൊരിക്കലും തന്നെ മുന്നോട്ടു പോകാൻ കഴിയില്ല. ഇസ്ലാമിക സമൂഹം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടലുകൾക്ക് വിധേയമാകുന്ന ഒരു ദശാസന്ധിയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു, ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും നമുക്ക് ഭയമായി തുടങ്ങിയിരിക്കുന്നു. 10-15 വർഷക്കാലത്തിനിടയിൽ നമ്മളുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഒരു പുതിയ പ്രവണതയാണത്. തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ച് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു, കലാപങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിം ഭീകരവാദികളും തീവ്രവാദികളുമാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കുവാൻ ഒരു ഭീകരപ്രവർത്തനം രാജ്യത്ത് നടത്തേണ്ടതുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഒരിക്കലും തന്നെ അഭിലഷണീയമായ ഒരു പ്രവണതയല്ല. കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതാന്ധതയുടെ ശക്തികൾ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉരുണ്ടുകൂടുന്നു എന്ന് വന്നതിന്റെ പശ്ചാത്തലത്തിലാണോ അവരുടെ ഓഫീസിന്റെ മുമ്പിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ നമുക്ക് എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുക? മതാടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ട കാലത്ത് പോലും ഇന്ത്യയിൽ ഒരു ക്ഷേത്രമോ പാകിസ്ഥാനിൽ ഒരു അമ്പലമോ പള്ളിയോ തകർക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ ഒരു മസ്ജിദ് തകർക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ട നാളുകളിലും മതാടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ട കറുത്ത ദിനങ്ങളിലും അക്ഷരധാം ക്ഷേത്രം നമ്മളുടെ രാജ്യത്ത് ആക്രമിക്കപ്പെട്ടു. ഗുജറാത്തിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ വെച്ചായിരുന്നു അത്. ഗോദ്രയിൽ തീവണ്ടി ദുരന്തമുണ്ടായതും ഗുജറാത്തിൽ വംശഹത്യ അരങ്ങേറിയതും ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമണം പോലും ഒരു പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കുവാൻ വേണ്ടി
ആസൂത്രിതമായി ഉണ്ടാക്കപ്പെട്ടതായിരുന്നു എന്നുള്ള നിഗമനം ഈ നാട്ടിൽ ഇപ്പോൾ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജാഗരൂകരാകേണ്ടത് നമ്മളുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരാണ്, നമ്മളുടെ സമൂഹത്തിലെ പണ്ഡിതന്മാരാണ്. അവർ സമൂഹത്തെ ശരിയുടെ വഴിയിലൂടെ വഴി നടത്തണം. തീവ്രവാദത്തിലും ഭീകരവാദത്തിലും തെറ്റിദ്ധരിച്ചു പോയിരിക്കുന്നവരെ ആ മാർഗത്തിൽ നിന്ന് കൊണ്ടുവരാൻ നമുക്കാവണം. 10-20 വർഷങ്ങൾക്ക് തൊട്ട് ശേഷം മാത്രം നാം കേൾക്കുന്ന ഒരു പദമായി ഇസ്ലാമിക ഭീകരവാദം എന്നുള്ളത് മാറി. 20 വർഷങ്ങൾക്ക് മുൻപ് എവിടെയായിരുന്നു ഈ ഇസ്ലാമിക തീവ്രവാദികൾ? എവിടെയായിരുന്നു ഈ മുസ്ലിം തീവ്രവാദത്തിന്റെ വാഹകന്മാരും കൊടിലൂത്തുകാരും? ഈ ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ ജന്മനാ തന്നെ തീവ്രവാദികളും ഭീകരവാദികളുമായിരുന്നു എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടം തൊട്ടേ അവർ ഭീകരവാദികളും തീവ്രവാദികളും ആകണമായിരുന്നല്ലോ. പക്ഷേ അവരങ്ങനെ ഭീകരവാദികളും തീവ്രവാദികളും ആയതായി നമുക്ക് കേട്ടുകേൾവിയില്ല. ഇത് ആസൂത്രിതമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും താറടിച്ചു കാണിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ആ ചതിക്കുഴിയിൽ വീഴാതെ നമ്മളുടെ ചെറുപ്പക്കാരെ സൂക്ഷിച്ച് ശരിയുടെ വഴിയിലൂടെ വഴി നടത്തേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നാം ജീവിക്കുന്നത് ഒരു ബഹുസ്വര സാമൂഹ്യ ഘടനയിലാണ്. നമ്മളുടെ രാജ്യം ലോകത്തിന് പല കാര്യത്തിലും മാതൃകയായിട്ടുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലേതുപോലെ സംഘടിതമായി ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്തിന്റെ മറ്റു ദിക്കുകളിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഈ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയത് നമ്മളുടെ രാജ്യവും നമ്മളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമാണ് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കുവാൻ കഴിയില്ല. സുന്നി പ്രസ്ഥാനവും പ്രത്യേകിച്ച് ശൈഖുനാ എ.പി. അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സംഘടന നാടിന്റെ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഐക്യവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് വിവിധ മതസമൂഹങ്ങൾ എങ്ങനെ പോകും എന്നുള്ളതിന് വഴികാട്ടിയായിട്ടുള്ള സംഘടനയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി സുന്നി സംഘടനക്കുണ്ട്, SSF-നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. SSF-ന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ കാലം ആഗ്രഹിക്കുന്ന ഒരു ദശാസന്ധിയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകപ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യകാരനുണ്ട്, മിൽട്ടൺ. ആ മിൽട്ടന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തുകൊണ്ട് ആംഗലേയ സാഹിത്യത്തിലെ എക്കാലത്തെയും പ്രാമാണികനായി അറിയപ്പെടുന്ന വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞ ഒരു വാചകമുണ്ട്. മിൽട്ടന്റെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു: അങ്ങയുടെ സാന്നിധ്യം ഈ കാലവും സമൂഹവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് അങ്ങ് എന്തുകൊണ്ടാണ് ഈ ഫോട്ടോയിൽ പുനർജനിക്കാത്തത്? SSF-ന്റെയും സുന്നി സംഘടനകളുടെയും സാന്നിധ്യവും സാമീപ്യവും ഈ കാലവും സമൂഹവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ആ സംഘടനയുടെ പ്രവർത്തകന്മാരും അതിന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഏറ്റവും വലിയ വാഹകന്മാരും ധ്വജവാഹകന്മാരുമാകുവാനുള്ള ബാധ്യത SSF അതിന്റെ 40ാം വാർഷികാഘോഷത്തിന്റെ ഈ വേളയിൽ ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റു സംഘടനകളിൽ നിന്ന് അവരെ വ്യത്യസ്തമാക്കുന്നത്. പോരാട്ടങ്ങളും സമരങ്ങളും അവസാനിക്കുന്ന അന്ന് മനുഷ്യന്റെ ചരിത്രമാണ് അവസാനിക്കുക. ലോകത്തിന്റെ ഏത് ദിക്കിലുമുള്ള മനുഷ്യർ നേടിയെടുത്തിട്ടുള്ളതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഒരു ഭരണാധികാരിയും വെറുതെ അവർക്ക് നൽകിയിട്ടുള്ളതല്ല. മനുഷ്യകുലം നടത്തിയ നിരന്തരമായ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ജീവത്യാഗങ്ങൾക്കും ഒടുവിലാണ് അവർക്ക് ഇതെല്ലാം അനുവദിച്ചു കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമരങ്ങൾ അവസാനിക്കുന്നിടത്ത് മനുഷ്യന്റെ ചരിത്രമാണ് അവസാനിക്കുക. മനുഷ്യന്റെ ചരിത്രത്തെ അവസാനിക്കാതെ നോക്കേണ്ടതും സമരങ്ങളെ പ്രോജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ശരിയുടെ ദിശയിൽ വഴി നടക്കുന്ന ഒരു സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ്. കാലത്തിന്റെ ആ വെളിയാളമാണ് SSF സമൂഹത്തിന് പകർന്നു നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഒരു വർഷം നടത്തേണ്ട ക്യാമ്പയിൻ അല്ല. ഈ കാലം നിലനിൽക്കുന്നിടത്തോളം ഈ ക്യാപ്ഷന്, ഈ മുദ്രാവാക്യത്തിന് പ്രസക്തിയുണ്ട്. സമരമാണ് ജീവിതം. ജീവിതം സമരത്തിൽ നിന്ന് വിമുക്തമാകുമ്പോൾ
കാലത്തിന്റെയും ചരിത്രത്തിന്റെയും ഗതിയാണ് നിലച്ചു പോകുന്നത്. ഒരു വലിയ സാഗരത്തിന്റെ ഒഴുക്ക് നിലക്കുമ്പോൾ, ഒരു നദിയുടെ ഒഴുക്ക് നിലക്കുമ്പോൾ ചരിത്രം അവസാനിക്കുകയാണ്. ചരിത്രത്തെ അവസാനിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് SSFന്റെ പ്രവർത്തകന്മാർ സമരമാണ് ജീവിതം എന്ന മുദ്രാവാക്യം അവരുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ജഗന്നിയന്താവായ നാഥൻ നിങ്ങൾക്കതിന് ഉൾക്കരുത്ത് നൽകട്ടെ. ഒരുപാട് പണ്ഡിതന്മാരുടെ സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സമ്മേളനം ആരംഭിച്ചത്. മറ്റൊരു സയ്യിദായിട്ടുള്ള ബഹുമാന്യനായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയുടെ അധ്യക്ഷതയിലാണ് ഈ സമ്മേളനം ചേരുന്നത്. ഇവിടുത്തെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് പണ്ഡിതന്മാർക്ക് വഴികാട്ടിയെന്ന് എല്ലാവരും സമ്മതിക്കുന്ന ശൈഖുന AP അബൂബക്കർ മുസ്ലിയാരുടെ സാന്നിധ്യമാണ് ഈ സമ്മേളനത്തെ സമൃദ്ധമാക്കുന്നതും പുഷ്കലമാക്കുന്നതും. ഇവരുടെ നേതൃത്വത്തിൽ, ഇവരുടെ പ്രാർത്ഥനയുടെ മികവിൽ കാലം ആവശ്യപ്പെടുന്ന ഒരു മുദ്രാവാക്യം പ്രയോഗവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ജഗദീശ്വരൻ, ജഗന്നിയന്താവായ നാഥൻ നമുക്ക് കരുത്ത് നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അഭിലഷിച്ചുകൊണ്ട്, അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ KT ജലീൽ എംഎൽഎക്കുള്ള കോൺഫറൻസ് മൊമെന്റോ ഡോക്ടർ അബ്ദുസ്സലാം ISRO സമർപ്പിക്കുന്നു. ബഹുമാന പുരസ്സരം ഇരുവരെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. സമ്മേളന സന്ദേശം നൽകിക്കൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് വി. അബ്ദുൽ ജലീൽ സഖാഫി സംസാരിക്കുന്നു. ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു.